ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ്. അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോസ് ഇട്ടിരുന്നു. അതായത് ഓഫർ വീഡിയോസാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അരീനയിലാണ്. അപ്പോൾ അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ ഇതിനകത്ത് ബെലേനോയോ ഇഗ്നിസോ അങ്ങനത്തെ വാഹനങ്ങളൊന്നും വരികയില്ല. ആൾട്ടോ വരുന്നുണ്ട്, എസ്പ്രസ്സോ, സെലേരിയോ, വാഗണോർ, സ്വിഫ്റ്റ്, ഡിസയർ, അങ്ങനെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ പോകുന്നത്. ബ്രസ്സ വരുന്നുണ്ട്, എർട്ടിഗ വരുന്നുണ്ട്, ആ ഒരു രീതിയിൽ പോകുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ, അതായത് ഈ ഒരു മാരുതിയുടെ അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ഉള്ളൊരു വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫറുകൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ ഏറ്റവും എൻട്രി ലെവൽ വാഹനമായ ആൾട്ടോ മുതൽ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമായ ഈ ഒരു സെഗ്മെൻറ്റിൽ എർട്ടിഗ വരെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ടാക്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ കൂടുന്നുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാതെ വാഹനത്തിൻ്റെ വിലയിലും ഇൻക്രീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രൈസിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പം പ്രൈസ് വന്നതിന് ഇൻഷുറൻസ് എമൗണ്ടിൽ വ്യത്യാസം വരും. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൈസ് ഹൈക്ക് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനങ്ങൾ എടുക്കാനിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ആദ്യത്തെ വാഹനം എന്ന് പറയുന്നതാണ് ഈ കിടക്കുന്ന ഓൾട്ടോയാണ്. ഇതൊരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. പെട്രോളിലും സി എൻ ജിയിലും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സി എൻ ജിയിൽ ഏകദേശം 30 കൂടുതൽ മൈലേജ് പറയുന്നുണ്ട്. നോർമൽ പെട്രോൾ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൂടുതൽ ഞാൻ പറയുന്നില്ല, ഓഫറിലേക്ക് തന്നെ അടക്കാം. ആദ്യം പ്രൈസ് പറയാം. ഓൾട്ടോ എന്ന വാഹനത്തിൻ്റെ ഏറ്റവും എൻട്രി ലെവലിന് 562 ഓൺ റോഡ് പ്രൈസ്. VXIക്ക് 6,03,000, VXI പ്ലസിന് 637 ഓൺ റോഡ് വരുന്നു. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് VXI തൊട്ടാണ് 661, VXI പ്ലസിന് 695 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഓഫറായിട്ട് 40,000 രൂപയുടെ ഓഫറാണ് നമുക്ക് വരുന്നത്. അതായത് ക്യാഷ് ഓഫർ മാത്രം 40,000 വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 45,000 ക്യാഷ് ഓഫർ. എക്സ്ചേഞ്ച് ബോണസ് രണ്ടിന് 20,000 തന്നെയാണ്. NRI സ്കീം 3,000, കോപ്പറേറ്റ് ഓഫർ 3,000. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,66,000 രൂപയുടെ ഓഫർ മാനുവലിനും 71,000 രൂപയുടെ ഓഫർ ഓട്ടോമാറ്റിക്കിനും വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 10,000 രൂപ അടച്ച് ഈ ഒരു വാഹനം സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. EMI 11,500 5 വർഷത്തേക്കും, 7 വർഷമാണെങ്കിൽ ഒരു 9,200 റേഞ്ചിലുമായിരിക്കും നമ്മുടെ ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. വേറൊന്നുമില്ല നമ്മൾ ഈ ഓൾട്ടോയെക്കുറിച്ച് പറയാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈയോടെ തന്നെ ബുക്ക് ചെയ്ത് വാഹനം സ്വന്തമാക്കാനായിട്ട് നോക്കുക. പിന്നെ വരുന്നൊരു വാഹനം എസ്പ്രസ്സോയാണ്. എസ്പ്രസ്സോയിലേക്ക് വരുന്ന സമയത്ത് VXI വരുന്ന പ്രൈസ് പറയുന്നില്ല. അത് കാര്യം അത് ആവശ്യക്കാരും തന്നെ വരാറില്ല. ഈ ഒരു ഷോറൂമിൽ അങ്ങനെ സെയിൽസ് നടക്കാറില്ല. അപ്പോൾ VXI തൊട്ട് തന്നെ തുടങ്ങാം. LXയുടെ കാര്യം പറയുന്നില്ല. VXIയിലേക്ക് വരുന്ന സമയത്ത് 621 ഓൺ റോഡ്. VXI പ്ലസിലേക്ക് വരുന്ന സമയത്ത് 681 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXIക്ക് 679, VXI പ്ലസിന് 713 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇതിനും നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ക്യാഷ് ഓഫർ 40,000 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 45,000 രൂപയും ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് ബോണസ് 20,000, കോപ്പറേറ്റ് ഓഫർ 3,000, NRI സ്കീം 3,000 ഇതിൻ്റെ ഓഫർ. അതായത് മാനുവലിന് 66,000, ഓട്ടോമാറ്റിക്കിന് 71,000 റേഞ്ചിലുമാണ് ഇതിൻ്റെ ഒരു ഓഫർ വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 10,000 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. 5 വർഷത്തേക്കാണെങ്കിൽ 12,800, 7 വർഷത്തേക്ക് 10,200 ഈ ഒരു വാഹനത്തിൻ്റെ EMI വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്രസ്സോയെ കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് എക്സ്പ്രസ്സോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വാഹനം നമുക്കുള്ളത് സെലേറിയാണ്. അപ്പോൾ സെലേറിയയിലേക്ക് വരുന്ന സമയത്ത് 693 VXIയുടെ ഓൺ റോഡ് പ്രൈസ്. ZXI 726, ZXI പ്ലസ് 782 ഓൺ റോഡ് വരുന്നു. VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 752, ZXI ഓട്ടോമാറ്റിക് 784, ZXI പ്ലസ് 840 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ VXI 752, ZXI 784, ZXI പ്ലസ് 840 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇതിൻ്റെ ഒരു ഓഫർ മാനുവലിന് 40,000 ക്യാഷ് ഓഫറും ഓട്ടോമാറ്റിക്കിന് 45,000 ക്യാഷ് ഓഫർ വന്നിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് 20,000, NRI സ്കീം 3,000, കോപ്പറേറ്റ് ഓഫർ 3,000. ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ 66,000, ഓട്ടോമാറ്റിക് 71,000 റേഞ്ചിലുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓഫർ വന്നിട്ടുള്ളത്. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു 20,000 അടച്ച് കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റും. 5 വർഷത്തേക്ക് 14,200, 7 വർഷമാണെങ്കിൽ 11,400 ഈ ഒരു വാഹനത്തിൻ്റെ EMI വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് സെലേറിയെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് വരുന്നത് വാഗണോറാണ്. വാഗണോറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ സെയിൽ കൈവരിക്കുന്ന ഒരു വാഹനങ്ങളൊന്നാണ് നമ്മുടെ വാഗണോർ. വാഗണോറിലേക്ക് വരുന്ന സമയത്ത് VXIക്ക് 712, ZXIക്ക് 749, ZXI പ്ലസിന് 86 ഓൺ റോഡ് പ്രൈസ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ VXIക്ക് 771,
ZXIക്ക് 8,09,000, ZXI പ്ലസിന് 8,65 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാഷ് ഓഫറിലേക്ക് കടന്നു കഴിഞ്ഞാൽ 30,000 മാനുവലും 35,000 ഓട്ടോമാറ്റിക്കിനും വരുന്നുണ്ട്. 15,000 എക്സ്ചേഞ്ച് ബോണസും NRC 3 കോർപ്പറേറ്റ് ഓഫർ 3 ഇതിൻ്റെ ഒരു സ്കീം വരുന്നത്. ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 51,000 മാനുവലിനും ഏകദേശം 56,000 ഓട്ടോമാറ്റിക്കിനും ഓഫർ നമുക്ക് വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് 20,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഗണർ എന്ന വാഹനം സ്വന്തമാക്കാം. 5 വർഷത്തേക്ക് 14,800, 7 വർഷമാണെങ്കിൽ 11,900 ഈ ഒരു വാഹനത്തിൻ്റെ EMI വരുന്നത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഗണറിനെ കുറിച്ച് പറയാനൊന്നുമില്ല. നമുക്കിനി അടുത്തതിലേക്ക് വരാം. അടുത്ത വാഹനം നമ്മൾ എടുത്തിട്ടുള്ളത് സ്വിഫ്റ്റാണ്. അപ്പോൾ സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് LXI തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. LXIക്ക് 7,18 ഓൺ റോഡ് പ്രൈസ്. VXI ആണെങ്കിൽ 8,35, ZXI 9,15, ZXI പ്ലസ് 9,98 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് നമുക്ക് VXI തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. VXI ഓട്ടോമാറ്റിക്കിന് 8,94, ZXIക്ക് 9,74, ZXI പ്ലസ് 10,57 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്. ക്യാഷ് ഓഫർ മാനുവൽ 15, ഓട്ടോമാറ്റിക് 20,000 ഈ ഒരു വാഹനത്തിൻ്റെ ക്യാഷ് ഓഫർ വരുന്നത്. എക്സ്ചേഞ്ച് ബോണസ് 15,000 തന്നെ, മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും 15,000 തന്നെ. NRS സ്കീം 3, കോർപ്പറേറ്റ് ഓഫർ 3 ടോട്ടലി മാനുവൽ 36,000, ഓട്ടോമാറ്റിക് 41 ഇതിൻ്റെ ഒരു സ്കീം വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് 30,000 അടച്ച സ്വന്തമാകാം. ബേസ് മോഡൽ 5 വർഷത്തേക്ക് 15,000, 7 വർഷത്തേക്ക് 12,000 ഇതിൻ്റെ ഒരു EMI വരുന്നത്. ഇനി ഡിസൈറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ LXIക്ക് 7,84 ഓൺ റോഡ്, VXI 8,92 ഓൺ റോഡ്, ZXI 9,73 ഓൺ റോഡ്, ZXI പ്ലസ് 10,56 ഡിസൈർ എന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. VXI തൊട്ടാണ് ഓട്ടോമാറ്റിക് വരുന്നത്. 9,51 VXIക്കും, 10,30 ZXIക്കും, 11,14 ZXI പ്ലസിനും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ക്യാഷ് ഓഫർ 10,000 നൽകിയിട്ടുള്ളത് മാനുവലിന്. 15,000 നമുക്ക് ഓട്ടോമാറ്റിക്കിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്ര നേരം കണ്ടത് എന്തുവാണ്, എല്ലാ മോഡലുകളിലെയും മാനുവലിലും ഓട്ടോമാറ്റിക്കും നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് 15, കോർപ്പറേറ്റ് 3, NRI 3 ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 31,000 മാനുവലിനും 36,000 ഓട്ടോമാറ്റിക്കിനും ഓഫർ വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് 50,000 അടയ്ക്കേണ്ടി വരും. 5 വർഷത്തേക്ക് 16,300, 7 വർഷത്തേക്കാണെങ്കിൽ 13,000 റേഞ്ചിലും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരും. ഇനി നമുക്കുള്ളൊരു വാഹനം ഈക്കോയാണ്. അപ്പോൾ ഈക്കോയിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അതിനും സെയിൽ കൈവയ്ക്കുന്ന ഒരു വാഹനം തന്നെയാണ്. 5 സീറ്റർ 7 സീറ്റർ എന്നീ 2 സെഗ്മെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 5 സീറ്റർ 6,79, 7 സീറ്റർ 6,71 വരുന്നത്. 7 സീറ്ററിനകത്ത് AC വരില്ല, അതുകൊണ്ടാണ് അതിന് പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത്. ക്യാഷ് ഓഫർ 20,000, എക്സ്ചേഞ്ച് 15, NRI 3, കോർപ്പറേറ്റ് 3 ഇന്നെങ്ങനെയാണ് സ്കീമുകൾ നമുക്ക് വരുന്നത്. ഒരു 40 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാൻ പറ്റും. 5 വർഷത്തേക്ക് 13,900, 7 വർഷത്തേക്ക് 11,100 അതിന് EMI വരുന്നത്. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. ബ്രസയിൽ നമ്മൾ കുറേ നാളുകൊണ്ട് പറയാറുണ്ട്, ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സമയത്ത് 9,94 LXIക്ക്, VXI 11,50, ZXI 13,54, ZXI പ്ലസ് 15,26 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് VXI തൊട്ട് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. 13,48 VXI, ZXI 15,22, ZXI പ്ലസ് 16,94 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് 1 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസയിൽ എന്ന വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. 5 വർഷത്തേക്ക് 20,100, 7 വർഷത്തേക്ക് 16,000 ഒരു ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനിയുള്ളത് എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും വരാറില്ല. എർട്ടിഗ ഇതുവരെ വന്നിട്ടില്ല. ബ്രസയ്ക്ക് എനിക്കൊന്ന് പിന്നെ ഇടയ്ക്ക് എപ്പോഴൊക്കെ നൽകിയിട്ടുണ്ട്, 5,000, 10,000 അങ്ങോട്ട് വെച്ചിട്ട്. പക്ഷേ എർട്ടിഗ ഇതുവരെ നൽകിയിട്ടില്ല. എർട്ടിഗയുടെ പ്രൈസ് VXI 11,67, ZXI 13,17, ZXI പ്ലസ് 14,12 ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 13,64 VXI, 14,95 ZXI, 15,80 ZXI പ്ലസ്. 1 ലക്ഷം രൂപ അടക്കേണ്ടി വരും ഈ ഒരു വാഹനത്തിനും. 5 വർഷത്തേക്ക് 24,000 റേഞ്ചിൽ വരുന്നുണ്ട് VXI ആണെങ്കിൽ. 7 വർഷത്തേക്ക് 19,200 റേഞ്ചിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്, ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ, ഇപ്പം ഓൾട്ടോ വരുന്നുണ്ട്, അതുപോലെ എക്സ്പ്രസോ വരുന്നുണ്ട്, സെലിയര വരുന്നുണ്ട് തുടങ്ങിയ വാഹനങ്ങൾക്ക് മാനുവലിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഓട്ടോമാറ്റിക്കിന് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അതുമല്ല ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട്. ബ്രസയും അതുപോലെ തന്നെ എർട്ടിഗ ഒഴിച്ച് ബാക്കി വാഹനങ്ങളൊക്കെ ഓഫർ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് കൂടിയിട്ടില്ല നിലവിൽ. പ്രൈസ് കൂടുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്വന്തമാക്കാൻ നോക്കുക. ടാക്സിനകത്തൊരു വേരിയേഷൻ ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. അത് ഒരുവിധപ്പെട്ട ഷോറൂമുകളിലെല്ലാം അത് ബാധകമായിരിക്കും. മാരുതിയിൽ മാത്രമല്ല എല്ലായിടത്തും വരുന്നതാണ്. ടാക്സ് എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു വേരിയേഷൻ ഇപ്പോൾ ഉടനെ വരും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എമൗണ്ട് കൂടും, വാഹനത്തിൻ്റെ പ്രൈസ് കൂടും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടും. അങ്ങനെ എല്ലാത്തിനകത്തും മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസ് നല്ല രീതിയിൽ മാറും. വെയിറ്റിംഗ് പീരീഡൊന്നും ഇല്ല. എല്ലാ വാഹനങ്ങളും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ലേഡീസിന് സിംഗിൾ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വിളിക്കുക, വാഹനം സ്വന്തമാക്കാൻ നോക്കുക. വേറെ ഒന്നുമില്ല പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരെ. അതിൽ എല്ലാവർക്കും ബൈ.